നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഈ കേസിലും നന്ദേട്ടൻ ജയിക്കണം. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത ഒരു പ്രശസ്തനായ വക്കീലാണെന്ന്. നന്ദേട്ടാ, നന്ദേട്ടാ, വൈകുന്നേരം എന്താണ് കുത്തിവെക്കുന്ന അറിയണമല്ലോ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലതല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ? ഒരു മുതുമുത്തശ്ശനായിട്ട് ഇങ്ങനെ പല്ലുമൊക്കെ കൊഴിഞ്ഞു വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരും. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്നിത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. കുസൃതിത്തരങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭാനു എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന്. നന്ദേട്ടന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നു അല്ലേ? നന്ദേട്ടൻ ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ. വേണ്ട, ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്ന് പറഞ്ഞാൽ അവളും കുഞ്ഞു ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന് അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത്
അച്ഛനും ഉമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും അവളുടെ ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നന്ദേട്ടനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് കരുതിയോളാ ഞാൻ. ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ ഞാൻ ശീലിച്ചു. നീ പോന്നതോടെ അവന്റെ സ്വസ്ഥത ആകെ തകർന്നു മോളെ. കോടതി നേരെ ചൊവ്വേ പോകുന്നില്ല. ആ പെണ്ണ് കൊല്ലപ്പെട്ട കേസിൽ നാളെ ഹാജരാകാതിരുന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും അവനെ മാറ്റും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ തൊഴിൽ വേണ്ടെന്ന് വെക്കത്തേ ഉള്ളൂ. അറിയാമല്ലോ അവന്റെ സ്വഭാവം. നിന്നെ ഒഴിവാക്കിയാലേ മനസമാധാനം കിട്ടൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവന്റെ വിചാരം. ഇപ്പോ നീ വന്നാലേ മനസമാധാനം കിട്ടൂ എന്നായി. എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ അനന്തമോൻ അവനെന്ത് പഴച്ചു. അവനെ ഒന്ന് കാണാൻ നന്ദേട്ടൻ വന്നു. അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. എത്ര പെട്ടെന്ന് അവൻ നന്ദേട്ടൻ ആരും അല്ലാതായി തീർന്നത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്റെ മോന് മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല മോള് വരണമെന്ന് പറയുന്നത്. കൊള്ളരുതാത്തവനാണെങ്കിലും ഒരു ഭർത്താവുള്ളതാണ് സ്ത്രീക്ക് ധൈര്യം. ഇനി മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക. ഇതിൽ കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കതാ മനസ്സിലാകാത്തത്. നിന്റെ ഭർത്താവിന്റെ അമ്മയാ വന്ന് വിളിച്ചത്. എന്നിട്ടും പോകാൻ കൂട്ടാക്കാത്തത് എന്ത് വാശിയുടെ പേരിലായാലും അഹങ്കാരമാണ് നീ കാണിച്ചത്. ഒരു പെണ്ണിന് ഇത്ര പിടിവാശി പാടില്ല. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, അതെനിക്കറിയാം. എല്ലാം വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് മനസ്സിന്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷിക്കാൻ ആരും വരുമെന്ന് നിന്റെ വിചാരം? നിനക്ക് മാത്രമുള്ളോ മനസ്സ്? നീ എന്താ നന്ദേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? നന്ദേട്ടൻ കുഞ്ഞിനെ നോക്കിയില്ല എന്നല്ലേ നിന്റെ പരാതി? കുഞ്ഞിനെ കൊഞ്ചിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദേട്ടൻ. ആ കാരണം പറഞ്ഞാണ് നീ പോകാതിരിക്കുന്നതെങ്കിൽ അനന്തമോ വലുതാവുമ്പോ അവനെ അച്ഛനിൽ നിന്ന് അകറ്റിയത് അമ്മയുടെ പിടിവാശിയല്ലെന്ന് അവൻ ചോദിച്ചാൽ നീ മോനോട് എന്ത് മറുപടി പറയും? വാശിയും പരിഭവം കാണിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, നീ ഇന്നൊരു അമ്മയാണ്. നീ കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട നന്ദേട്ടൻ ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. നാളെയും കൂടെ കോടതിയിൽ ഹാജരാവാതിരുന്നാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടരാനാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ കളങ്കമില്ലാതെ ഭാര്യയെ സ്നേഹിച്ച ഒരു മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിച്ചതിന് സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും എന്തെങ്കിലും അതിനെ കൊഴിഞ്ഞു മാറാനൊക്കൂ. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭാനുവേട്ടൻ നിന്നെ കാണാൻ വരില്ല. പോട്ടെ.